ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ചിന്തിക്കുന്ന ദൈവവചന ചിന്ത, യേശു കർത്താവ് പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അത് കണ്ടപ്പോൾ പരീശന്മാർ ഇങ്ങനെ പിറുപിറുത്തു പറഞ്ഞു, ഇവൻ ഈ പാപികളോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇവൻ ആരാ? അപ്പോൾ സ്നാപക യോഹന്നാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്നാപക യോഹന്നാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കാട്ടുതേനും വെട്ടുക്കിളിയും ഭക്ഷണമായി തിരഞ്ഞെടുത്തു. തനിക്ക് വേണമെങ്കിൽ തൻ്റെ അപ്പനായ സക്കരിയാവിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചും ആ റൂട്ടിലൂടെ മുന്നോട്ട് പോകാനും തനിക്ക് കഴിയുമായിരുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം തന്നെ വേറെ റൂട്ടിലോട്ട് നടത്തി. അവിടെ വസ്ത്രധാരണം പോലും പുരോഹിത വസ്ത്രമല്ല, ഭക്ഷണം പുരോഹിതൻ്റെ ഭക്ഷണമല്ല, ശുശ്രൂഷയും ആ രീതിയിലല്ലായിരുന്നു. എന്നാൽ യേശു കർത്താവിനെ, അതെ, തനിക്ക് മുമ്പായി വരുന്ന ഒരുത്തനെ താൻ തന്നെ വിളിച്ചറിയിക്കുകയാണ്, എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. ആ ദൂത് ജനം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വന്നു കർത്താവിലുള്ള ശുശ്രൂഷ സ്നാപക യോഹന്നാനിലൂടെ വെളിപ്പെടുത്തി. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെട്ടവനായ സ്നാപക യോഹന്നാനിലൂടെ വെളിപ്പെടപ്പെട്ടതായ യേശുക്രിസ്തുവിനെ ജനങ്ങൾ അനുഗമിക്കുവാനിടയായി തീർന്നെങ്കിൽ കർത്താവ് നമുക്ക് നല്ല മാതൃകയാണല്ലോ കാണിച്ചത്. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ നമ്മളെ അശുദ്ധമാക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഹൃദയത്തിൽ നിന്നും വരുന്ന ചിന്തകൾ നമ്മളെ അശുദ്ധരാക്കുന്നു. അതുകൊണ്ട് നാം എപ്പോഴും ശുദ്ധിയുള്ളവരായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ വിശുദ്ധനായി വാഴുന്നത് കൊണ്ടാണ് അങ്ങനെ കർത്താവ് സംസാരിപ്പാനും നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കാനും ആലോചന തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിറത്തിലും നമ്മുടെ ഗുണത്തിലും നമ്മുടെ സ്വഭാവത്തിലുമൊന്നും നാം ദുഃഖിക്കേണ്ട കാര്യങ്ങളില്ല. ആദാമ്യ വർഗത്തിൽപ്പെട്ടവരായ നാം അങ്ങനെ സ്വഭാവത്തിലാണ് ജനിച്ചതെങ്കിൽ, അതെ, ദൈവം സൃഷ്ടിച്ചത് ആദാമിനെയാണ്, ഒരു മനുഷ്യനെയാണ്. ദൈവം ഭൂമിയിൽ ഒരു മനുഷ്യനെയാണ് മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയത്. ആ മനുഷ്യൻ ജീവശ്വാസം കൊടുത്തു. ആ മനുഷ്യനിൽ നിന്നും പിന്നീട് അനേകർ ഉത്ഭവിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആദാം ദൈവത്താൽ ജീവിച്ചു. ആദാം ഒരിക്കലും പാപം ചെയ്യുന്ന സ്വഭാവമുള്ളവനല്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ കരവിരുതാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ്. അപ്പോൾ അതിനകത്ത് പാപമില്ല, വിശുദ്ധം മാത്രം. എന്നാൽ ആദാം ഒരിക്കലും പാപചിന്തയുള്ളവനായിട്ട് പാപസ്വഭാവത്തിലല്ല ആയിരുന്നത്. പിന്നെയോ, എന്നാൽ തന്നിൽ പാപം കടന്നുകൂടി. അങ്ങനെ പാപം ചെയ്യേണ്ടതായ ഒരു സാഹചര്യം തനിക്കുണ്ടായി. അത് ചിന്തയില്ലാതെ ചെയ്തു പോയി. അങ്ങനെ ആ മനുഷ്യൻ പാപിയായി, പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളർന്നു എന്നത് നമുക്ക് ഒരിക്കലും ആദാമിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അവൻ വിശുദ്ധനായിരുന്നു, എന്നാൽ പാപത്തിൻ്റെ സ്വഭാവം അവനിൽ കടന്നുകൂടി. ആ സ്വഭാവം നമ്മളിലുമുണ്ട്. ആ സ്വഭാവത്തിലാണ് നാമും പാപികളായിട്ട് ജനിക്കുവാനിടയായത്. ആ പാപസ്വഭാവത്തിൽ നമ്മളെ രക്ഷിപ്പാൻ യേശു കർത്താവ് അതേ വരേണ്ടി വന്നു. കാൽവറിയിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം ഒഴുക്കേണ്ടി വന്നു. അതേ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള വചനം പോലെ നമ്മളെ രക്ഷിപ്പാൻ നരകത്തിയിൽ നിന്നും, അതേ, ദോഷത്തിൽ നിന്നും ഒക്കെ വിടുവിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച് ആനന്ദത്തിൽ നിർത്തുന്നതിന് യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെയാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായ ജീവിതം നമുക്ക് നയിപ്പാൻ ഇടയാക്കി തീർത്ത ഈ യേശുനാഥനെ ധ്യാനിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം നമുക്ക് അനുഗ്രഹമാക്കി തന്ന കർത്താവിന് നന്ദി പറയാം. കർത്താവിന് എല്ലാവരും വേണം. ലോകത്തിൻ്റെ 5 വൻകരയുള്ള
എല്ലാവരും കർത്താവിൻ്റെ മഹത്വം കണ്ടവരാണ്, കാണുന്നവരുമാണ്. അതിനായി നമ്മളും ആ കർത്താവിൻ്റെ മഹത്വം കാണാൻ തക്കവണ്ണം നമ്മളെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി. കർത്താവെ, മഹത്വം അങ്ങയ്ക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.